ഞാനൊരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തിനാണ് ഈ ചരിത്രം പറയുന്നതെന്നറിയോ? നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്റെ പ്രിയമുള്ളവരെ, പടച്ച തമ്പുരാനെ വല്ലാതെ അചഞ്ചലമായി സ്നേഹിക്കുന്ന മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. അവിടുത്തെ ചരിത്രങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടതാണല്ലോ. മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ച തമ്പുരാനെ വല്ലാത്ത ഇഷ്ടമുള്ളൊരു മനുഷ്യനായിരുന്നുവല്ലോ. അല്ലാഹുവേ, പടച്ച തമ്പുരാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ച തമ്പുരാനോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാതെ തന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിരുന്ന മഹാനാ. എപ്പോഴും ഇബാദത്തിനോട് വല്ലാത്ത താല്പര്യമായിരുന്നല്ലോ. എപ്പോഴും ഇബാദത്തിനോട് വല്ലാത്ത താല്പര്യമായിരുന്നു. ഒരുപാട് നമസ്കരിക്കണം, ഒരുപാട് നോമ്പെടുക്കണം, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ അള്ളാന്റെ മുമ്പിൽ എനിക്ക് ഉന്നതനാകണമെന്നോ പടച്ച റബ്ബേ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ വല്ലാത്ത ആഗ്രഹമുള്ള കാര്യമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, പടച്ച റബ്ബേ, അവിടുന്ന് തന്റെ പൊന്നുമോനെ ഒന്ന് കുറച്ചു നേരം എനിക്ക് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിലോ, കുറച്ചു നേരമെങ്കിലും പടച്ച റബ്ബേ, ഞാൻ വളർത്തി വലുതാക്കി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിലല്ലോ. എല്ലാ സമയത്തും വല്ലാത്ത ഇബാദത്തിലാണല്ലോ, നമസ്കാരത്തിലാണ്, നോമ്പിലാണ്, ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ, തന്റെ പൊന്നുമോനോടൊന്ന് സംസാരിക്കാനും മാക്ക് വല്ലാത്ത താല്പര്യമായിരുന്നു. പക്ഷേ മഹാനവറുകളുണ്ടല്ലോ, അവിടുന്ന് ഇബാദത്തിലായതുകൊണ്ട് ഒരിക്കലും തന്റെ ഉമ്മാക്കതിന് സാധിക്കുന്നില്ല. പടച്ച റബ്ബേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് നമസ്കരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഉമ്മ ഒന്നാമത്തെ പ്രാവശ്യം അവിടുന്ന് വിളിക്കുകയാണ്. അവിടുന്ന് രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുകയാണ്. മോനെ ജുറൈജ് എന്ന് മൂന്നാമത്തെ പ്രാവശ്യം വിളിക്കുകയാണ്. നമസ്കാരത്തിലായതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഉമ്മ വിളിച്ചത് കേട്ടില്ലായിരുന്നു. ഉമ്മ വിളിച്ചത് കേട്ടിട്ടില്ലായിരുന്നു. ഉമ്മാക്ക് പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ പൊന്നുമോനും ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ച റബ്ബേ, ഉമ്മ ഇങ്ങനെ കടന്നു വന്ന് നോക്കുമ്പോ അല്ലാഹുവേ, മകനിങ്ങനെ നമസ്കാരത്തിലാണല്ലോ, അവിടെ നിന്നിങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഉമ്മ പറയുകയാണ്, അല്ലാഹുവേ, ഇവനെയുണ്ടല്ലോ ഈ സമൂഹത്തിൽ വഷളാക്കാതെ നീ മരിപ്പിക്കല്ല അല്ലാ. ഇവനെ നീ സമാധാനത്തോടെ മരിപ്പിക്കല്ല അല്ലാ. ഈ ദുനിയാവിൽ അവനെ വഷളാക്കണേ അല്ലാ എന്നവിടുന്ന് പ്രിയപ്പെട്ട ഉമ്മ ദേഷ്യം വന്നപ്പോ അറിയാതെ പറഞ്ഞു പോവുകയാണ്. പടച്ച റബ്ബേ, ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ഇതങ്ങ് പറയേണ്ട താമസമതാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ പടച്ചവനെ വല്ലാത്ത സങ്കടങ്ങൾ കടന്നു വരികയാണ്. വാപ്പാ, പടച്ച റബ്ബേ, അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ പ്രാർത്ഥന പടച്ച തമ്പുരാന് സ്വീകരിക്കുകയാണ്. ഉമ്മാന്റെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചല്ലോ. ആ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ,
അവിടുന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. അതാ ദിവസങ്ങൾ കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി. മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അതാ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ പടച്ചുറപ്പേ ആ നാട്ടിലൊരു വല്ലാത്തൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് വേശ്യയായൊരു പെണ്ണാണ്. അല്ലാഹുവേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, കാണാൻ അഴകുള്ള സുന്ദരനായ ചെറുപ്പക്കാരനാ. ഈ പെണ്ണിന് വല്ലാത്തൊരാഗ്രഹമായി. പടച്ചുറപ്പേ, ജുറൈജിനെ ഒരു ദിവസം എനിക്കെന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനൊന്ന് കിട്ടിയിരുന്നെങ്കിലോ, എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിലോ എന്നവിടുന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. പടച്ചുറപ്പേ, ഒരുപാട് കാര്യങ്ങൾ ഈ പെണ്ണിന്റെ മുമ്പിൽ ഈ പെണ്ണുണ്ടല്ലോ. പടച്ചുറപ്പേ, അവിടുന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് കാണിട്ട് കൂട്ടുകയാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ ഹൃദയാന്തരത്തിൽ പടച്ച തമ്പുരാനോടുള്ള സ്നേഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാ. പടച്ചുറപ്പേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഈ പെണ്ണിന്റെ സംസാരങ്ങൾക്ക് അവിടുന്ന് വഴി കൊടുക്കുന്നില്ല. അവിടുന്ന് വല്ലാത്ത ദേഷ്യം ഈ പെണ്ണിന് കടന്നു വരികയാ. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി, കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഈ പെണ്ണ് എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവേ, ഈ പെണ്ണ് ഗർഭിണിയായിട്ട് കടന്നു വരികയാ. ഈ പെണ്ണ് ഗർഭിണിയായി കൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ടതാ അവിടെ നിന്ന് പറയുകയാ, ഈ കുഞ്ഞ് ജുറൈജിന്റെ പൊന്നുമോനാ, എന്റെ വയറ്റിലകത്ത് വളരുന്ന കുഞ്ഞുണ്ടല്ലോ, ഇത് ജുറൈജിന്റെയാ. ജുറൈജ് കള്ളനാണ്, അവന് കാണുന്നത് പോലെയല്ല എന്നവിടുന്ന് ജനങ്ങളോട് മുഴുവനും അവിടുന്ന് ഈ പെണ്ണ് കടന്നുകൊണ്ട് പറയുകയാണ്. അല്ലാഹുവേ, പടച്ചുറപ്പേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അല്ലാഹ് ഈ വിവരം അറിഞ്ഞിട്ട് വല്ലാത്ത സങ്കടപ്പെട്ടു പോവുകയാണ്. ജനങ്ങളോടെല്ലാവരോടും വിളിച്ചു പറയുകയാണ്, ഈ പെണ്ണ് ജുറൈജ് കള്ളനാണ്, നിങ്ങൾ എത്ര അവന്റെ കൂടെ നിന്നിട്ടും കാര്യമില്ല, അവനെ നിങ്ങൾ എത്രയോ വിശ്വസിക്കുന്നവരാണല്ലോ, അവന് വ്യഭിചാരിയാണെന്ന് വിളിച്ചു പറയുകയാണ്. പടച്ചുറപ്പേ, ജനങ്ങൾക്കെല്ലാവർക്കും വല്ലാത്ത വിശ്വാസമായിരുന്നു ജുറൈജ് തങ്ങളെ. അല്ലാഹുവേ, വല്ലാത്ത ബഹുമാനമായിരുന്നു. എല്ലാവരും അവിടുന്ന് എണീറ്റ് നിൽക്കുമായിരുന്നു. മഹാനവറുകളെ കാണുമ്പോ എല്ലാവരും അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നല്ലോ. അത്രത്തോളം മഹാനായിരുന്നു. എല്ലാവരുടെ ഹൃദയത്തിനകത്തും വല്ലാത്ത സ്ഥാനമായിരുന്നല്ലോ. എല്ലാവരുടെ ഹൃദയത്തിനകത്തും ജുറൈജ് തങ്ങൾക്ക് വല്ലാത്ത താല്പര്യമാണ്, വല്ലാത്ത പടച്ചുറപ്പെ അവിടുന്ന് സ്ഥാനമായിരുന്നല്ലോ. ഇതങ്ങ് പറയുമ്പോ എല്ലാവരും ജുറൈജ് തങ്ങളെ വെറുക്കുകയാണ്. എല്ലാവരും അവിടുന്ന് വെറുത്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചുറപ്പേ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, പടച്ചുറപ്പേ, ഇത് കേട്ട് ദുഃഖിതനായിട്ടിരിക്കുകയാ. ജനങ്ങളെല്ലാവരും കടന്നു വരികയാണ്. പടച്ചുറപ്പേ, കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അല്ലാഹുവേ, ഈ പെണ്ണൊരു ചോര കുഞ്ഞുമായിട്ട് കടന്നു വരികയാ. ഇന്നിതാ ഞാൻ പ്രസവിച്ചിരിക്കുകയാണ്, ഞാനിവിടെ പ്രസവിച്ചിരിക്കുകയാണ്. പടച്ചുറപ്പേ, എന്റെ വയറ്റിൽ കിടക്കുന്ന, എന്റെ കയ്യിൽ കിടക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, അത് ജുറൈജിന്റെതാണെന്ന് ഈ പെണ്ണവിടുന്ന് വിളിച്ചു പറയുകയാണ്. ഇത് കേട്ട് ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെടുകയാ. പടച്ചുറപ്പേ, ഇത് കണ്ട് ജനങ്ങൾ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടോ അതാ ജുറൈജ് തങ്ങളെ വീടങ്ങ് അടിച്ചുകൊണ്ട് തകർക്കുകയാണ്. റബ്ബേ, എന്നിട്ട് ജുറൈജ് തങ്ങൾ അവിടെ നിന്ന് വലിച്ചിറക്കുകയാണ്. ജുറൈജ് തങ്ങൾ പടച്ചുറപ്പേ വിഷമത്തിനായിട്ട് ദുഃഖിതനായി കൊണ്ടിരിക്കുകയാ. പടച്ചുറപ്പേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് പറയുകയാണ്, ജനങ്ങളെ, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുമോ? ഈ പെണ്ണിനെ എനിക്കറിയില്ല, ഇവൾ ആരാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ പടച്ചുറപ്പിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവനാ. എന്റെ പേര് കള്ളങ്ങൾ കെട്ടിവെക്കല്ല.
എന്റെ പേരിൽ കള്ളത്തരങ്ങൾ ഉണ്ടാക്കല്ലോ എന്നവിടുന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണല്ലോ. പടച്ച റബ്ബേ, ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ സമയത്തോ മഹാനായ ജുറൈജ് തങ്ങൾ അവിടുന്ന് വീണ്ടും വിളിച്ചു പറയുകയാണ്, ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരോ? നിങ്ങൾ എനിക്ക് കുറച്ച് സാവകാശം തരുമോ? നിങ്ങൾ എനിക്ക് സാവകാശം തരുമോ? പടച്ച റബ്ബേ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കാരം നിസ്കരിക്കുകയാണ്. അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തിയിട്ട് ദുആ ചെയ്യുകയാ. പടച്ച റബ്ബേ, നിന്നെ പേടിച്ചുകൊണ്ട് നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് റബ്ബേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ഞാൻ എന്നെ കുറിച്ച് ദാ ഇവിടെ വ്യഭിചാരാരോപണം നടത്തുന്നു. അല്ലാഹ്, എന്താണ് ഇതിന്റെ കാരണം? ഉടനെ അതാ ഒരശരീരി മഹാനവറുകളിലേക്ക് എത്തപ്പെടുകയോ. ആരോ വിളിച്ചു പറയുകയാണ്, മോനെ ജുറൈജ്, ഇത് നിന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാ, ഇത് നിന്റെ ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. നിന്റെ ഉമ്മ ഒരുപാട് തവണ അവിടെ നിന്ന് നീ നമസ്കാരം നടത്തുമ്പോ വിളിച്ചിട്ടുണ്ട്. ഒരു നിമിഷമെങ്കിലും നിന്റെ ഉമ്മാന്റെ ചാരത്തിരുന്നിട്ടൊന്ന് സംസാരിക്കാൻ നിന്റെ ഉമ്മ ആഗ്രഹിച്ചു പോയിട്ടുണ്ടടാ പൊന്നുമോനെ. പക്ഷേ നീ ഇബാദത്തിലാ, അതുകൊണ്ട് നിനക്കതിന് സാധിച്ചിട്ടില്ല. പടച്ച റബ്ബേ, മഹാനവറുകൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, എന്നെ വിളിച്ചത് ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടില്ല എന്ന് പറയുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, മഹാനവറുകള് മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാണ്. അതാ എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് എണീറ്റുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ മഹത്തുക്കളിൽപ്പെട്ട മഹാനാണല്ലോ. അല്ലാഹനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലാഹനെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച മഹാനാണല്ലോ. പടച്ച റബ്ബേ, മഹാനവറുകൾ ആ ചോരക്കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് തന്റെ മുമ്പിൽ ഇങ്ങനെ കിടത്തുകയാണ്. തന്റെ വലത് കൈയിന്റെ ചൂണ്ട് വിരലെടുത്തിട്ടോ ആ പൊന്നുമോന്റെ അല്ലാഹുവേ പുക്കളിന്റെ ഭാഗത്ത് ഇങ്ങനെ തൊടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, മോനെ നീ പറയണേ, നിന്റെ വാപ്പയാരാണെന്ന് പറയണേ, നിന്റെ വാപ്പയാരാണെന്ന് പറയണേ എന്നവിടുന്ന് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ജനങ്ങൾ മുഴുവനും പറയുന്നു, ജുറൈജിന് എന്ത് പറ്റി? ഈ ചോര കുഞ്ഞാണോ സംസാരിക്കുന്നത്? ജുറൈജിന് ഭ്രാന്താണോ എന്നവിടെ നിന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇതങ്ങ് ചോദിക്കേണ്ട താമസമതാ. ജുറൈജ് തങ്ങൾ നിന്റെ വാപ്പയാരാണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ഈ പൊന്നുമോൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഈ ചോര പൈതൽ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഒരു മലഞ്ചെരിവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടോ ആ മലഞ്ചെരിവിന്റെ തായ്വാരങ്ങളിലൂടെ കടന്നു പോയ ഒരു ആട്ടിടനെയാണ് എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്നോ. പടച്ച റബ്ബേ, ഈ കൊച്ചുകുട്ടി അവിടെ നിന്ന് സംസാരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമസ്കാര സമയമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മയൊന്ന് വിളിച്ചപ്പോ മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ എന്റെ പ്രിയമുള്ളവരെ വിളിച്ചു വിളി കേട്ടിട്ടില്ല. ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ. പക്ഷെ അവിടെ നിന്ന് കേൾക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് കേൾക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, അതുകൊണ്ടാണ് മഹാനവറുകൾ വിളി കേൾക്കാതിരുന്നത്. പക്ഷെ അവിടെ നിന്ന് മഹാനവറുകളുടെ ഉമ്മ ദുആ ചെയ്യുകയാണ്, റബ്ബേ, എന്റെ പൊന്നുമോനെ എനിക്കൊന്ന് നേരെ കാണാൻ വല്ലാത്ത ആഗ്രഹമാണ്. അല്ലാ, എനിക്ക് ഉത്തരം നൽകാത്തത് കൊണ്ട് അവന് ദുനിയാവിൽ നീ വശലാക്കണേ അല്ലാ എന്നവിടെ നിന്ന് ദുആ
ചെയ്യുകയാ എന്നവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, അതിന്റെ ഫലമായിട്ടല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ വശലാക്കിയത്. അവനെ വശലാക്കണേ എന്ന് ദുആ ചെയ്തപ്പോ പടച്ച റബ്ബേ നിന്ദ്യനായല്ലോ, സമൂഹത്തിന്റെ മുമ്പിൽ നിന്ദ്യനായി മാറിയല്ലോ. പിന്നെ പടച്ച റബ്ബിന്റെ മുമ്പില് തന്റെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ കെട്ടയച്ചപ്പോഴാണ് പടച്ച റബ്ബേ അവിടുന്ന് അല്ലാഹുവേ തന്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞത്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ പടച്ച റബ്ബേ വലിയ പണ്ഡിതനാ, വലിയ ആലിമാൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ സന്തോഷമായിരുന്നു മഹാനവറുകൾക്ക് എന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയൊന്ന് വിളിച്ചു. ഉമ്മ വിളിച്ചപ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ വിളിക്ക് ഉത്തരം നൽകാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയൊന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പടച്ച തമ്പുരാൻ കേട്ടു. മനസ്സിലായോ? ഉമ്മ ദുആ ചെയ്തു, ആ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടു.